അപ്പം ഈ യാത്രയിൽ എന്നിട്ട് ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നതാണ് ഇക്കരയിൽ. അപ്പോസ്തലന്മാരെ അക്കരയ്ക്ക് തള്ളി വിടും. എന്നിട്ട് ഒരു രാത്രി കടലിലേക്ക് തള്ളി വിടണ കാണാം. അത് കമാൻഡാണ്. യു മസ്റ്റ് ഗോ ബൈ നോ മീൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാത്രി കടലിലേക്ക് അപ്പോസ്തലന്മാരെ തള്ളി വിട്ടേറ്റും ഈശോ അവിടെ കൂടെ കയറത്തില്ല. എന്നിട്ട് മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകും. 4 യാമമായി കഴിയുമ്പോഴാണ് കടലിൻ്റെ മീതെ ഭയങ്കര കൊടുങ്കാറ്റ് കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കടലിൻ്റെ മീതെ വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കൊടുങ്കാറ്റും കടൽക്ഷോഭത്തിലേക്കും ഈശോ അവരെ തള്ളിവിട്ടെന്നല്ല എൻ്റെ അർത്ഥം, നിർബന്ധിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോഴ് അവർ അവരുടെ സംഘർഷ ഭൂമിയിൽ ദൈവത്തെ കണ്ടിട്ട് പോലും അവർ പറഞ്ഞ് ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് പകച്ചു പോയി. അപ്പോൾ ഈ പകപ്പിലൂടെ ഈശോ വീണ്ടും അവർക്ക് വിശ്വാസ ക്രമീകരണം നടത്തും. എന്താ പറയണത്? ഭൂതമല്ല, ഞാനാണെന്ന് പറയും. ഇത് ഞാനാണ്. അപ്പോഴും നമ്മൾ 6:41 പ്രശ്നം വരും. 6:40 എന്താണ്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വിശ്വാസ പരീക്ഷണങ്ങളാണ്. നമ്മൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറയല്ലേ. ഇവൻ ആരാണ് എന്നുള്ളതാണ് തിയറി. ഇവൻ ആരാണ്? ഞാൻ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാനാണ് എന്ന്. അപ്പോൾ ഈശോ നൽകിയിട്ടുള്ള ആ സ്വയം പ്രകാശിതമായ ദൈവത്തിൻ്റെ വെളിപാടുകളിലെ പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയൊക്കെ ഇവരെ ദൈവം പഠിപ്പിക്കുകയും. അപ്പം അനുഭവങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ മനസ്സിലാക്കാനും വിശ്വാസം വർദ്ധിക്കാനും അനുഭവങ്ങൾ പ്രധാനപ്പെട്ടതാണ്.